മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജീൻസ് ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഇപ്പോൾ തയ്ക്കാൻ അറിയാത്തവരോ മെഷീൻ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് സൈസിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തത് ജീൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ 31 ഇഞ്ചാണ് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് വരുമ്പോൾ വരുന്നത്. അപ്പം നമുക്ക് 29 ഇഞ്ച് മതി. അപ്പം 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ ഓരോ സൈഡിൽ നിന്നും 1 ഇഞ്ച് വീതം നമുക്ക് കുറയ്ക്കണം. അപ്പം ഞാൻ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ 1/2 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ വരുമ്പോഴത്തേക്ക് 1 ഇഞ്ചായിട്ട് മാറും. അതിങ്ങനെ കോൺ പോലെ വരച്ചു കൊടുക്കുക. നമ്മുടെ പോക്കറ്റിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മെഷീനിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മെഷീനിലും ജീൻസ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കോണാക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ ഫ്രണ്ടിലും ബാക്കിൽ നിന്നും ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മെഷീനിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അടിപ്പ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യൽ കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 സൈഡും നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് വീതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര വീതിയാണോ അതനുസരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതുപോലെ നൂല് എടുത്തിട്ടുണ്ട്. അപ്പം ഇത്തിരി കട്ടിയുള്ള നൂല്. അപ്പോൾ നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഈ എംബ്രോയ്ഡറി ത്രെഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിൻ്റെ ആ ഫുള്ളായിട്ടുള്ള ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ സൂചിയിൽ കോർത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ സെയിം കളറ് ത്രെഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യെല്ലോ കളറ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്കങ്ങനെ പുറത്തേക്ക് കാണില്ല, ഉള്ളിലായിട്ട് പോകും. അപ്പം കണ്ടോ, നമ്മൾ ഉള്ളിൽ നിന്ന് ആദ്യം കുത്തി പുറത്തേക്ക് എടുത്തതിന് ശേഷം നല്ല വശത്തേക്ക്, അതിന് ശേഷം നമ്മൾ ആ കോൺ വരച്ച ആ ഒരു ലെവലിൽ വീണ്ടും ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ കുത്തി കണ്ടോ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം കുറച്ച് താഴ്ത്തി നമ്മൾ വീണ്ടും പൊക്കിയെടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പൊക്കിയെടുത്തതിന് ശേഷം വലിച്ചെടുത്ത് വീണ്ടും അടുത്ത സൈഡിൽ ഇതുപോലെ കുറച്ച് താഴ്ത്തി കുത്തി ഇറക്കുക. കണ്ടോ, ഇതുപോലെ കുത്തി ഉള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും അവിടെ നിന്ന് കുറച്ച് താഴ്ത്തി പൊക്കിയെടുക്കുക. കണ്ടോ, ഇങ്ങനെ പൊക്കി നമ്മൾ ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത സൈഡിൽ വീണ്ടും കുറച്ച് താഴ്ത്തി ഉള്ളിലേക്ക് കുത്തിയിട്ട് വീണ്ടും കുറച്ച് താഴ്ത്തിയിട്ട് ആ സൂചി പൊക്കിയെടുക്കുക. അങ്ങനെ കോൺ ഷേപ്പിൽ നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി അറ്റം വരെ തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സൈഡിലേക്ക് പോയി വീണ്ടും കുത്തി താഴ്ത്തി കുറച്ച് താഴ്ത്തിയിട്ട് നമ്മളത് പൊക്കിയെടുക്കുക ഇതുപോലെ. അപ്പം കട്ടിയുള്ളത് കൊണ്ട് കുറച്ചൊരു ഇതുണ്ടാവും നമുക്ക് പൊക്കിയെടുക്കാനായിട്ട്, എങ്കിലും ഈസിയാണ്. ഇതുപോലെ ഇനി അടുത്ത സൈഡിലേക്ക് പോയി അങ്ങനെ കോൺ ഷേപ്പിൽ അറ്റം വരെ തുന്നിയെടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ തുന്നിയെടുക്കുക. ലാസ്റ്റ് ഒരു പോയിൻ്റ് പോലെ വരും. ആ കോൺ ഷേപ്പിലേക്ക് ആയിട്ടൊരു പോയിൻ്റ് പോലെ നമുക്ക് കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ ത്രെഡ് നമ്മൾ പുറത്തേക്ക് തന്നെ ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് കണ്ടോ ഈ അറ്റം വരെ കൊണ്ടുവന്ന് നമ്മളിത് ഇനി നമ്മൾ ആ ത്രെഡിൻ്റെ അറ്റത്ത് വെച്ചിട്ട് കണ്ടോ ഇതുപോലെ പിടിച്ചങ്ങോട്ട് വലിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് മടങ്ങി തുണിയെല്ലാം മടങ്ങി ജീൻസ് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത പോലെ പോവും. നൂലെല്ലാം ഉൾവശത്തേക്കായി പോവും. നമ്മൾ ആ വലിക്കുന്നതനുസരിച്ച് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഉള്ളിൽ മെഷീനിൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അടി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മെഷീനിൽ അടിക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തയ്യൽ അറിയാത്തവർക്കും ഒക്കെ കൂടിയാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളത് ഉള്ളിലേക്ക് ആക്കിയിട്ട് തുന്നി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ കെട്ടിട്ട് കൊടുക്കില്ല, അതുപോലെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ത്രെഡൊന്നും പുറത്തേക്ക് ഒട്ടും കാണില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള ത്രെഡ് ആയതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ 2 സൈഡും നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തു മാറ്റി ബാലൻസ് ത്രെഡ്. ഇപ്പോൾ കണ്ടോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒട്ടും നമുക്കറിയത്തില്ല, വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ നല്ല കറക്റ്റ് ടൈറ്റിൽ വരും. നമ്മൾ കോൺ പോലെ ചെയ്തുകൊണ്ട് അവിടെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ ഇതുപോലെ. അപ്പോൾ മെഷീനുള്ളവർക്ക് ഈസി ആയിട്ട് അടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട്
ഇപ്പോൾ കറക്റ്റ് 29 14.5 ഇഞ്ചായിട്ട് നമുക്ക് കിട്ടി കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉപയോഗിക്കാതെ വണ്ണം കൂട്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ജീൻസുകളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഉൾവശത്ത് നിന്ന് ഇങ്ങനെയാണ് വരുന്നത്, രണ്ട് സൈഡും. പുറത്തുനിന്നും നല്ല ഭംഗിയായിട്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചുളിവുകളൊന്നുമില്ലാതെ കണ്ടോ, വളരെ നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ തുന്നിയതായിട്ട് തോന്നത്ത് പോലുമില്ല. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനി നമുക്ക് കാണാം. താങ്ക്